ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഇയ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോട്ട് ബുക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ജൂൺ മാസം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തുറക്കും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ ബാഗ്, നോട്ട് ബുക്ക്, പെൻസില്, കൊട, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ആദ്യമേ പറഞ്ഞു, നോട്ട് ബുക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്കിൽ അവർ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് ആ ഒരു നോട്ട് ബുക്കിൻ്റെ കവർ പേജ് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓൺലൈൻ വഴി അവരൊരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതേ ഒരു ഫോട്ടോ ആയിട്ടുള്ളൊരു നോട്ട് ബുക്ക് കിട്ടും. സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവരുടെ സ്വന്തം ഫോട്ടോയിൽ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിനായി നമ്മൾ ആദ്യമേ തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ classmateshop.com എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യമേ ഒരു സൈറ്റ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് യുവർ നോട്ട് ബുക്ക് സ്പെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിൽ താഴെയായിട്ട് റൂളിംഗ്, പേജസ്, ബൈൻഡ്, സൈസ്, ക്വാണ്ടിറ്റി, അങ്ങനെ ഒരു 5 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾഡ് എന്നാണ്. അതായത് ആ പേജിന് വര വേണോ വര വേണ്ടേ, ബ്ലാങ്ക് പേപ്പർ ആയിട്ടാണോ വേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് പേജസ് എന്ന് പറയുന്നത് ആ നോട്ട് ബുക്കിൽ എത്ര പേജസ് വേണം എന്നാണ്. 2 ഓപ്ഷൻ ഉണ്ട്, 140 പിന്നെ 172. അതിലേതാ വേണ്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ ബൈൻഡിങ് 2 ടൈപ്പ് ബൈൻഡിങ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് സ്പൈറലും പിന്നെ സെന്റർ സ്റ്റാപ്ലഡ് നോട്ട്. എല്ലാവരും യൂസ് ചെയ്യുന്നത് സെന്റർ സ്റ്റാപ്ലഡ് ആയിരിക്കും. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ അടുത്തത് സൈസ് ആണ്, അതായത് ലോങ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു 5 ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ മിനിമം ഓർഡർ 6 ആണ്. ബാക്കി നമുക്ക് അതിനെ കൂടുതലനുസരിച്ച് നമുക്ക് കൊടുക്കാം. 12 ഉണ്ട്, 18 ഉണ്ട്, 24 ഉണ്ട്, 30 ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ബൾക്ക് ഓർഡറും ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ബൾക്ക് ഓർഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്യാൻ വെച്ചാൽ പൈസ കുറവുണ്ടാവും. മിനിമം 6 നോട്ട് ബുക്ക് എങ്കിലും മേടിക്കണം. കൂടാതെ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് ഒരു 80 രൂപയും അവർ പറയുന്നുണ്ട്. ബൾക്ക് ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലസ് ഓഫ് 6 ആണോ പറയുന്നത്. ഒരു 5-7 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി കിട്ടും. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ വരും. അത് അഗ്രി ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇമേജ് ഏതാണോ ആ ഒരു നോട്ട് ബുക്കിന്റെ കവറിൽ വരേണ്ട ഇമേജ് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും സെയിം ഇമേജ് തന്നെ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഇതിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുക. ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് എടുത്തു, അത് സൈസ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഇമേജിനെ വലുതാക്കാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഡ്രാഗ് ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിന് ഏത് കളറ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് എവിടെയാണോ അത് വരേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ ഏത് കളറാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഓപ്ഷനായിട്ട് വരും. ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നീ അടുത്തേനും ഇതുപോലെ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റുമ്പോഴത്തേനെ അതിൽ എഡിറ്റ് ഡിസൈൻ ഉണ്ട്. അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടുത്ത നോട്ട് ബുക്കിനൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ടോട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ആ സെലക്ഷൻ കിട്ടും. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ കൺഫേം ആവും. അപ്പോൾ നമ്മുടെ നോട്ട് ബുക്കിൻ്റെ ഡിസൈൻ സൈഡ് കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ഇത് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ എക്സാക്റ്റ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും.
അതിൽ പേയ്മെൻറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ 5-6 ദിവസത്തിനുള്ളിൽ ആ ഒരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ സ്കൂൾ തുറക്കണേക്കാളും മുന്നേ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.